നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പറമോളെ. അമ്മേ, അത് സംസാരിക്കാൻ തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഋഷി ഇപ്പോഴും മയക്കത്തിൽ തന്നെ അമ്മേ. അമ്മേ, എനിക്കൊരു കാര്യം അമ്മയോട് പറയാനുണ്ട്. പറഞ്ഞോ, എന്താ കാര്യം? എന്റെ ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കാനാണോ അമ്മ ശ്രമിക്കുന്നത്? സുഖമില്ലാത്ത ഏട്ടനെ കൊണ്ട് എന്റെ ചേച്ചിയെ വിവാഹം കഴിപ്പിക്കാൻ എന്തിനാ ശ്രമിക്കുന്നത്? ഞാൻ ചോദിച്ചത് അമ്മ കേട്ടില്ലേ? അമ്മ അതിന് മറുപടി പറയണം. ആരാ മോളെ? നിങ്ങൾ ആരൊക്കെ തീരുമാനിച്ചാലും ചേച്ചി സമ്മതിച്ചാലും സിദ്ധുവേട്ടനും ദേവികേച്ചിയും തമ്മിലുള്ള വിവാഹത്തിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എന്റെ ചേച്ചിയുടെ ജീവിതം അങ്ങനെ ഒരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാനുള്ളതല്ല. ചേച്ചിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം. അതുണ്ടായേ തീരും. അതുണ്ടായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഗോപികെ, നിർത്ത. നീ എന്ത് അഹങ്കാരത്തിലാ ഇങ്ങനെ സംസാരിക്കുന്നെ? ഞങ്ങളുടെ കുട്ടിനെ നിനക്ക് തീരെ പിടിക്കുന്നില്ല അല്ലേ? നീ പറഞ്ഞതൊക്കെ കേട്ട് തകർന്നു നിൽക്കുക ജാനകി. നിനക്ക് സിദ്ധുവിനെ കുറിച്ച് എന്തറിയാം? ഒരു രാജകുമാരനെ പോലെ ജീവിച്ചിരുന്നവനാ ഞങ്ങളുടെ സിദ്ധാർത്ഥൻ. 3 വർഷം മുമ്പ് വരെ ഞങ്ങളുടെ സിദ്ധു മിടുക്കനായൊരു ചെറുപ്പക്കാരനായിരുന്നു. ബിസിനസ്സും വീടും എല്ലാം അവൻ ഒറ്റയ്ക്കാ നോക്കി നടത്തിയിരുന്നത്. നിർഭാഗ്യവശാൽ അവനൊരു അപകടത്തിൽപ്പെട്ടു. അതിനുശേഷമാ അവൻ ഇപ്പോ കാണുന്ന സിദ്ധുവായി മാറിയത്. അത് അവന്റെ ദുർവിധി. അല്ലാതെ എന്തു യോഗ്യത കുറവാ അവനുള്ളത്? അവനിപ്പൊ സംഭവിച്ചിരിക്കുന്ന ഈ അസുഖം അത് എപ്പോ വേണമെങ്കിലും ഭേദപ്പെടാം. എപ്പോ വേണമെങ്കിലും അവൻ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരാം. അത് നീ മറക്കരുത്. ഇവിടെ ഇപ്പൊ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത് നീ കാരണോ? നിന്റെ ജാതകദോഷം കണ്ട ഈ അപകടം ഉണ്ടായത്. ഋഷി ഇത്രയും ക്രിട്ടിക്കലായി അവിടെ കിടക്കുന്നത്. എത്രയും പെട്ടെന്ന് ഋഷി ആരോഗ്യം വീണ്ടെടുത്ത് തിരികെ വരണം. അതിന് നിന്റെ ജാതകദോഷം തീർക്കണം. അത് തീർക്കാനാ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നേ. അത് നീ മനസ്സിലാക്ക്. സിദ്ധുവായിട്ടുള്ള വിവാഹത്തിന് നിനക്ക് നിന്റെ ചേച്ചിക്കും നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രം സമ്മതിച്ചാ മതി. ഇവിടെ ഞങ്ങൾ ആരെയും നിർബന്ധിച്ച് കെട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഹലോ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.